ഗൈസ്, നമ്മളിന്ന് നേഴ്സിങ്ങിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ കമൻറ്റിൻ്റെ കുറേ വീഡിയോസിൻ്റെ കമൻറ്റിൽ ഇങ്ങനെ വന്നിരുന്നു, ചേച്ചി എന്താ പഠിക്കുന്നത്, ചേച്ചി എന്താ പഠിക്കുന്നത്. അപ്പം ഞാൻ നേഴ്സിംഗാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ നേഴ്സിങ്ങിനെ പറ്റിയിട്ടും അതിനെങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക, അതിൻ്റെ പ്രൊസീജിയർ എന്താ, എന്തെങ്കിലും എക്സാം ഉണ്ടോ, കേരളത്തിലെയും ബാംഗ്ലൂരിലെല്ലാം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ, നഴ്സിംഗ് ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ്. BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, അതുപോലെ പിന്നെ ANM, അതായത് BSc, GNM, ANM, അങ്ങനെ 3 കാറ്റഗറിയാണ് നഴ്സിങ്ങിന് വരുന്നത്. ഇപ്പം BSc മാത്രമേ ഉള്ളൂ തോന്നുന്നു, കാരണം ഈ ഇയർ തൊട്ടിട്ട് നമ്മുടെ GNM കോഴ്സ് നിർത്താൻ പോകുമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതായത് GNM ആണെങ്കിൽ നമുക്ക് +2 ഏതൊരു സ്ട്രീമിൽ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ഏതൊരു സ്ട്രീം എടുത്ത് പഠിച്ചവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സായിരുന്നു GNM. പിന്നെ അവർക്ക് പോസ്റ്റ് BSc എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ BSc നഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞിട്ട് 2 വർഷം വർക്ക് എക്സ്പീരിയൻസ് എടുത്തിട്ട് പിന്നെ നമുക്ക് പോസ്റ്റ് BSc എടുക്കാൻ പറ്റും. പക്ഷേ ഈ ഇയർ തൊട്ടിട്ട് ജനറൽ നഴ്സിംഗ് ഇല്ലയെന്നാണ് കേൾക്കുന്നത്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം ഞാൻ പഠിക്കുന്നത് ബാംഗ്ലൂരാണ്. ഞാനിവിടെ അഡ്മിഷൻ എടുത്തത് ഏജൻറ്റ് വഴിയാണ്. അതായത് എൻ്റെ ടൈമിൽ അങ്ങനെ ഇവിടെ എൻട്രൻസ് എക്സാമും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം കറൻ്റ്ലി നമ്മൾക്ക് കർണാടകത്തിൽ നഴ്സിങ്ങിന് അഡ്മിഷൻ വേണമെങ്കിൽ KCET എന്ന് പറഞ്ഞൊരു എൻട്രൻസ് എക്സാം ഉണ്ട്. ഓക്കെ, ആ എക്സാം ക്വാളിഫൈ ആയാലാണ് ഇവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ. പിന്നെ അത് ക്വാളിഫൈ ആവാണ്ടേയും എങ്ങനെയൊക്കെയോ ഏജൻസിനെ എന്തോ കോൺടാക്ട് ചെയ്താൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. പക്ഷേ മേ ബി അടുത്ത ഇയർ തൊട്ടിട്ട് അത് സ്ട്രിക്റ്റ് ആവും. അപ്പം എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ നമ്മുടെ പോലെയല്ല സെം ബാച്ചിന് വന്നിട്ട് അവർക്ക് എക്സ്ട്രാ ആയിട്ട് ഫോറൻസിക്, നഴ്സിംഗ്, എഡ്യൂക്കേഷൻ, അങ്ങനത്തെ ഏതൊക്കെയോ 1-2 സബ്ജക്റ്റ് എക്സ്ട്രാ ആഡ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് ഇയർ ബാച്ചാണ്. എനിക്ക് ഇയർലി ആണ് എക്സാം. ഞാൻ ഇപ്പോൾ ഉള്ളത് ഫൈനൽ ഇയറിലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് നഴ്സിങ്ങിൽ ഇഷ്ടം പോലെ എഴുതാനുണ്ട്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ എല്ലാ ഇയറും നമുക്ക് ഫയല്, റെക്കോർഡ്, സംഭവങ്ങളെന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ എഴുതാനുണ്ട്. നമ്മൾ നഴ്സിംഗ് എടുക്കുമ്പോൾ എപ്പോഴും പഠിക്കാൻ വില്ലിങ് ആയിരിക്കണം. പഠിക്കാൻ വില്ലിങ് ആണെങ്കിൽ മാത്രമാണ് നഴ്സിംഗ് എടുക്കാൻ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. പിന്നെ പഠിക്കേണ്ട കാര്യം പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് ഗൈസ്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഒരു കുന്ന് കണക്കിന് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ പഠിക്കാൻ വില്ലിങ് ആണെങ്കിൽ മാത്രമാണ് നഴ്സിംഗ് എടുത്തിട്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. ഇപ്പോൾ നമ്മൾ +1 +2 എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി പാസ്സായി ആ ഒരു മൈൻഡിൽ ക്ലാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്, ക്ലാസ്സിൽ കേട്ടതൊക്കെ മതിയെന്ന് വെച്ചിട്ട് നമ്മൾ എക്സാം ഹാളിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടും ഗൈസ്. കാരണം നന്നായിട്ട് നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് പാസ്സാവാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ വന്നിട്ട്. അപ്പം നമ്മുടെ BSc നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സാണ്. അതിങ്ങനെ 4 ഇയറാണ് ഡ്യൂറേഷൻ വരുന്നത്. പിന്നെ 4 വർഷം. എനിക്കാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 5 സബ്ജക്റ്റ്, സെക്കൻഡ് ഇയറിൽ 5 സബ്ജക്റ്റ്, തേർഡ് ഇയറിൽ 4 സബ്ജക്റ്റ്, ഇപ്പം ഫൈനൽ ഇയറിൽ വന്നിട്ട് 3 സബ്ജക്റ്റേ ഉള്ളൂ. അപ്പോൾ എനിക്കിനി കോഴ്സ് ആകെ 6 മാസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടും. എൻ്റെ ഈ കോഴ്സും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിന്നെ ജോലിക്ക് പോകണം ഗൈസ്. അതാണ് നമുക്ക് ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് വിചാരിക്കും, എങ്ങനെയെങ്കിലും ഒന്ന് കോഴ്സ് കഴിഞ്ഞിട്ട് ജോലിക്ക് പോയാൽ മതിയെന്ന്. പക്ഷേ അങ്ങനെയല്ല. പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല. പിന്നെ ഓരോ വർഷം നമുക്ക് ഫയലായിട്ട് കേസ് സ്റ്റഡി, കേസ് ബുക്ക്, കെയർ പ്ലാന്, കേസ് പ്രസൻറ്റേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ, ലെസൺ പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ എഴുതാനുണ്ട്. നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഫുൾ എഴുത്ത്, വര, പഠിത്തം. ഇതിനൊക്കെ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ മാത്രം നിങ്ങളിങ്ങോട്ട് വന്നാൽ മതി. കാരണം നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. പിന്നെ ഫൈനൽ ഇയറിലൊക്കെ കിടക്കുന്ന സമയത്ത് ഈ ഫയൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കേസ് സ്റ്റഡി, കെയർ പ്ലാൻ, ആ സംഭവങ്ങൾക്ക് പുറമെ നമുക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞ 2 സംഭവങ്ങളും കൂടെ വരും. അതായത് നമുക്ക് ഇവിടെ ഫൈനൽ ഇയറിൽ 2 റെക്കോർഡാണുള്ളത്. ഒന്ന് കമ്മ്യൂണിറ്റി ഹെൽത്തിനും ഒന്ന് OBGക്കും. അപ്പോൾ ഈ 2 റെക്കോർഡും കൂടെ ആകുമ്പം ശുഭം, ഒന്നും പറയാനില്ല. നമുക്ക് എഴുതി നമ്മളുണ്ടല്ലോ, നമ്മൾ ശപിച്ച് പോവും ഏത് നേരത്താണ് ഈ കോഴ്സ് എടുത്തതെന്ന് ആലോചിച്ച്. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതിലെല്ലാത്തിലും നമുക്ക് പ്രിൻസിപ്പളിൻ്റെ, അതുപോലെ നമ്മുടെ ക്ലാസ് കോർഡിനേറ്ററിൻ്റെ, ഇവരുടെയൊക്കെ സൈൻ വേണം. ഇതിന് ഇവരുടെ പിന്നാലെ അവരുടെ കയ്യും കാലും പിടിച്ച് നടക്കണം. ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ നമ്മുടെ കെയർ പ്ലാൻ സ്റ്റഡിക്ക് അവർ ഒറ്റയടിക്ക് ഇങ്ങനെ വലിച്ച് കീറി നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചു തരും. പിന്നെ നഴ്സിങ്ങിന് വന്നുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നന്നായി ക്ഷമ എന്താണെന്ന് നമ്മൾ പഠിക്കും. നമുക്ക് ഭയങ്കര ക്ഷമയുണ്ടായിരിക്കും. കാരണം നമ്മുടെ ലൈഫിൽ ഇതൊക്കെയാണല്ലോ നടക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, നമ്മളുണ്ടല്ലോ രാത്രിയൊക്കെ ഉറക്കമൊഴിച്ചിരുന്ന് അത്രയും കഷ്ടപ്പെട്ട് എഴുതി വെക്കുന്ന ഫയലൊക്കെ ഇവർ ഒറ്റ ദിവസം കൊണ്ട് ഇതിങ്ങനെയല്ല, അതങ്ങനെയല്ല. ചില മിസ്സുമാരൊക്കെ നല്ല ഇത് മാറ്റിയാൽ മതി, അത് മാറ്റിയാൽ മതി എന്നൊക്കെ പറയും. പക്ഷെ ചില മിസ്സുമാരുണ്ടല്ലോ നമ്മുടെ മുന്നിൽ വെച്ച് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് എഴുതിയ സംഭവങ്ങൾ കീറിക്കളയും.
അവരെയും കുറ്റം പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ജോലിക്ക് കയറുന്നതിൻ്റെ മുന്നേ നമുക്ക് ക്ഷമയൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ തരുന്നൊരു ട്രെയിനിങ് ആയിരിക്കും. പിന്നെ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. കാരണം എപ്പോൾ വേണേൽ ജോലി കിട്ടും. അതിപ്പം എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് നഴ്സുമാർ അത്യാവശ്യമാണ്. അതായത് കുറച്ച് ആൾക്കാർ, പക്ഷേ സാലറി കുറവായിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ സാലറി കുറവായിരിക്കും, പക്ഷേ പിന്നീട് നമുക്ക് സാലറി ഇൻക്രീസ് ആവാം. അതുപോലെ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പുറത്തൊക്കെ പോവാം. പക്ഷേ ഇപ്പോൾ കുറേ കൺട്രീസിൽ അവർ ഹയറിംഗ് ഒക്കെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ മേ ബി ഇൻ ഫ്യൂച്ചർ അതെല്ലാം മാറുമായിരിക്കും. ഇപ്പോൾ ഏതൊക്കെയോ കൺട്രീസ് നിർത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും അബ്രോഡ് പോവാം, കാശുണ്ടാക്കാം എന്നുള്ളൊരു മൈൻഡിൽ എടുക്കരുത്. കാരണം ചിലപ്പോൾ നമുക്ക് തന്നെ അത് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോവും നമ്മളെടുത്ത തീരുമാനങ്ങൾ ആലോചിച്ചിട്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നഴ്സിംഗ് എടുക്കാം, അല്ലാണ്ട് ഇഷ്ടമല്ലാണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഈ ഒരു പ്രൊഫഷനിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇനി കേരളത്തിലാണെങ്കിൽ നിങ്ങൾ എൽ ബി എസ് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. അതിൽ നിങ്ങളുടെ +2 മാർക്ക് കാർഡും സംഭവങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ട് അതിൽ ഒരു സ്കോർ ഉണ്ടാവും. ആ സ്കോറിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. കേരളത്തിൽ ഗവൺമെൻറ് കോട്ടയ്ക്ക് LBS വഴിയും പിന്നെ പ്രൈവറ്റിന്. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ പ്രൈവറ്റായിട്ടാണ് അഡ്മിഷൻ നോക്കുന്നതെങ്കിൽ 2 വെബ്സൈറ്റാണ് ഉള്ളത്. ഒന്ന് PNC മാക്കും AMC SFNCK, അങ്ങനെ 2 സൈറ്റാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കേരളത്തിൽ. പിന്നെ നമ്മൾ ബാംഗ്ലൂർ അഡ്മിഷൻ എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. കർണാടകത്തിൽ ഒരു നഴ്സിംഗ് കോളേജ് തുടങ്ങാൻ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം വേണ്ട, നിർബന്ധമില്ല. പക്ഷേ ചില കൺട്രീസ് ഇപ്പോഴും INC ചോദിക്കുന്നുണ്ട് പുറത്തൊക്കെ പോകാൻ. അപ്പം നോക്കുമ്പോൾ നമ്മൾ INC ഉള്ളത് നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പം INC എന്ന് പറഞ്ഞൊരു പേപ്പർ നോക്കണം. അതുപോലെ നമ്മുടെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ RUGHSൻ്റെ അഫിലിയേഷൻ പേപ്പർ ഉണ്ടോ എന്ന് നോക്കണം. ഈ 2 പേപ്പറും അപ് ടു ഡേറ്റ് അല്ലേ, വിത്ത് ഡേറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യണം. എപ്പോൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഏജൻറ്റ് വഴിയാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിലും നിങ്ങൾ അവരോട് എപ്പോഴും പറയണം ഈ INCയുടെ പേപ്പറും RUGHSൻ്റെ ഈ 2 പേപ്പറും കാണിച്ചു തരാം. അപ്പോൾ KNCയും INCയും ഒരു കോളേജിന് മസ്റ്റായിട്ട് വേണ്ടൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഏതൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും ഈ KNCയും INCയും ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റ് അപ് ടു ഡേറ്റ് അല്ലേ നോക്കുക. ചിലപ്പോൾ അവർ പഴയ KNCയും പഴയ INCയും ഒക്കെ എടുത്ത് കാണിച്ചു തരും, ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കോളേജിൻ്റെ പേപ്പേഴ്സ് എല്ലാം ചെക്ക് ചെയ്യാൻ. പിന്നെ നിങ്ങളിപ്പോൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ കോയമ്പത്തൂരോ എവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ഡയറക്റ്റ് ഒരു കോളേജ് പോയി കാണുക. ആ കോളേജ് കണ്ടിട്ട് ആ കോളേജിൻ്റെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നോക്കുക. കാരണം ഒരിക്കലും ഒരു കോളേജിൻ്റെ ആഡിലുള്ള പോലെ ആയിരിക്കില്ല മേ ബി ആ കോളേജ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ പോയി ആ കോളേജ് കാണുക, അവിടുത്തെ കാര്യങ്ങൾ നോക്കുക. അതെല്ലാം ചെയ്തതിന് ശേഷം മാത്രം അവിടെ അഡ്മിഷൻ എടുക്കുക. അങ്ങനെ കാരണം എന്താ വെച്ചാൽ ബാംഗ്ലൂരൊക്കെ ഒരുപാട് ലോക്കൽ കോളേജ് ഇപ്പം INC ഇല്ലാണ്ട് KNC ഇല്ലാണ്ടൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളിലൊന്നും പോയി പെടാണ്ടിരിക്കാൻ നമ്മൾ മാക്സിമം നോക്കുക. കാരണം ഇപ്പോൾ കുറേ പേര് എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ടാണ് BSc നഴ്സിംഗ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് വേണം ഈ ലോൺ അടയ്ക്കാൻ. അപ്പോൾ ഇപ്പോഴും നമ്മൾ ബെറ്ററായിട്ട് എല്ലാ പേപ്പേഴ്സും ഉള്ള കോളേജിൽ ചെന്ന് പെടാൻ നോക്കുക. പിന്നെ ബാംഗ്ലൂരാണെങ്കിലും കേരളത്തിലെ കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. ഇവിടെ കുറേ കോളേജസിൽ പോസ്റ്റിംഗ് കൊടുക്കില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ അന്വേഷിക്കണം നിങ്ങൾ എത്ര മാസം പോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം ഒരു മാസമെങ്കിലും പോസ്റ്റിങ്ങിന് ഉള്ള കോളേജസ് സെലക്ട് ചെയ്യാം. കാരണം നമ്മൾക്ക് തിയറി നോളജ് മാത്രം പോരാ, പ്രാക്ടിക്കൽ നോളജും മസ്റ്റാണ്. നമ്മൾ കോഴ്സൊക്കെ കഴിഞ്ഞ് ഒരു ഫ്രഷറായി ഡ്യൂട്ടിക്ക് കയറുമ്പോൾ നമുക്ക് എന്തെങ്കിലും അറിയണ്ടേ, അല്ലെങ്കിൽ ഭയങ്കര നാണക്കേടുള്ള സംഭവമാണ്. അപ്പോൾ ഒരു കോളേജിൽ പോകുന്ന സമയത്ത് അവരോട് ചോദിക്കുക നിങ്ങൾ പോസ്റ്റിംഗ് ഒക്കെ എത്ര കാലമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാക്സിമം ഒരു 1 month എങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ആ കോളേജിൽ അഡ്മിഷൻ എടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ പോസ്റ്റിംഗ് ഞാൻ പറഞ്ഞു 1 month എങ്കിലും നിങ്ങൾ പ്രിഫർ ചെയ്യണമെന്ന്. അല്ലെങ്കിൽ ഓൺ ഹോസ്പിറ്റലുള്ള കോളേജസ് ഉണ്ടാവും, അത് ഒന്നും കൂടെ ബെറ്ററാണ്. ഇപ്പോൾ ലൈക്ക് മണിപ്പാൽ, അപ്പോളോ, സ്പർശ, അവർക്കൊക്കെ അവരുടെ ഓൺ ഹോസ്പിറ്റലുണ്ട്. അതുപോലത്തെ നല്ല കോളേജസ് നോക്കിയിട്ട് അഡ്മിഷൻ എടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പം ഓൺ ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കൂടുതൽ കിട്ടും. അപ്പോൾ ഓൺ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതൊന്നും കൂടെ ബെറ്റർ ആയിരിക്കും, നിങ്ങളുടെ കരിയറിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും.
പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു ഡിഗ്രി കോളേജിൽ കിട്ടുന്ന ഒരു ലൈഫ് നിങ്ങൾക്ക് ഒരു നഴ്സിംഗ് കോളേജിൽ കിട്ടില്ല. പിന്നെ ബാക്കിൽ നിന്ന് നോയ്സ് കേൾക്കുന്നുണ്ടായിരിക്കും, മൈൻഡ് ചെയ്യേണ്ട. കാരണം ഞാൻ റോഡ് സൈഡിലാണ് എൻ്റെ റൂം വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡിഗ്രി കോളേജിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല അലമ്പ് കാണിച്ച് നമുക്ക് അടിപൊളി ലൈഫ് കിട്ടും. പക്ഷേ ഒരിക്കലും ഒരു നഴ്സിംഗ് കോളേജിൽ അങ്ങനത്തെ ഒരു ലൈഫ് കിട്ടില്ല. ഒന്നാമത്തെ കാര്യം, നമുക്കതിന് സമയമില്ല. നമുക്ക് ഫുള്ള് ക്ലാസ്, റെക്കോർഡ്, വൈവ, അസൈൻമെൻറ്റ്, കെയർ പ്ലാൻ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മളെപ്പോഴും ബിസി ആയിരിക്കും. പിന്നെ നഴ്സിംഗ് കോളേജ് എപ്പോഴും സ്ട്രിക്റ്റ് ആയിരിക്കും, കാരണം ഇതൊരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്. അതുപോലെ തന്നെ നമുക്ക് പേഷ്യൻസിനോട് ഇടപെട്ടിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കില്ല. അപ്പം ഓരോരുത്തരുടെയും ലൈഫ് വെച്ചിട്ടുള്ള കളിയാണ്. അപ്പോൾ അതിൻ്റേതായ സീരിയസ്നെസ് നമ്മുടെ കോഴ്സിൽ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഗ്രൂമിങ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. അതായത് ഓരോ കോളേജസിനും ഓരോ ടൈപ്പ് ഓഫ് ഗ്രൂമിങ് ആയിരിക്കും. അതെപ്പോഴും നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണം. പിന്നെ നഴ്സിംഗ് എടുത്താൽ ഒരുപാട് ഗുണങ്ങളുള്ള കാര്യമുണ്ട്. ലൈക്ക് നമ്മളെ ക്ഷമ എന്താണെന്ന് പഠിക്കും. ക്ഷമ എന്താണെന്ന് നമ്മൾ പിന്നെ കോളേജ് തൊട്ടേ പഠിച്ച് തുടങ്ങും. കാരണം നമ്മുടെ ടീച്ചേഴ്സ് അതിനൊക്കെ നമ്മളെ പ്രാപ്തിയാക്കിയിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് വിടുക. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഡ്യൂട്ടിക്ക് പോകുമ്പം ഓരോ ആൾക്കാരും വേറെ വേറെ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും. അപ്പം ആൾക്കാരുടെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ടും അവരുടെ കാര്യങ്ങളനുസരിച്ചിട്ടും പെരുമാറാൻ നമ്മൾ പഠിക്കും. ക്ഷമ, ബിഹേവിയർ, അതുപോലെ തന്നെ നമുക്ക് എമ്പതി, സിമ്പതി എന്നീ കാര്യങ്ങളെല്ലാം വരും. പക്ഷേ ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറേ ടൈം നമ്മൾ ഇപ്പോൾ ലൈക്ക് ഒരാൾ മരിക്കുക, അങ്ങനെ എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ അതിന് യൂസ്ഡ് ആവും. കാരണം ഇതെല്ലാം നമ്മുടെ ലൈഫിൻ്റെ ഒരു പേർപ്പസാണ്. ഇപ്പം ഫസ്റ്റ് ടൈം നിങ്ങളുടെ ഒരു പേഷ്യൻ്റ് മരിച്ചാൽ നിങ്ങൾക്കത് ഭയങ്കര വിഷമമായിരിക്കും. കാരണം നമ്മൾ അത്രയും കെയർ കൊടുത്ത് അങ്ങനെ നോക്കുന്ന ഒരാളായിരിക്കാം. പക്ഷേ ഇപ്പം അവരുടെ ഡെസ്റ്റിനി അതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഇമോഷണൽ ആയിരിക്കണം. പക്ഷേ അതുപോലെ തന്നെ നമ്മളിപ്പം ഇമോഷണൽ ആയിരിക്കുകയാണെങ്കിൽ നമ്മളൊരു നേഴ്സാണ്. അപ്പം നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നന്നായി ഹാൻഡിൽ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് എപ്പോഴും നമ്മൾ പെരുമാറാൻ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ നിൽക്കുന്നത് ഹോസ്റ്റലിലാണ്. ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ജീവിക്കാൻ നന്നായി പഠിച്ചിട്ടുണ്ട്. ഫുഡില്ലെങ്കിൽ സർവൈവ് ചെയ്യാം, ഫുഡ് കൊള്ളത്തില്ലെങ്കിൽ സർവൈവ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ റൂമിൽ നമ്മൾ താമസിക്കുന്നത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ്, ബിഹേവിയേഴ്സ് ഉള്ള ആൾക്കാരായിരിക്കാം. അപ്പം അവരൊക്കെ ആയിട്ട് എങ്ങനെ ഡീൽ ചെയ്യാമെന്നും അവരോടൊക്കെ എങ്ങനെ നന്നായി നിൽക്കാമെന്നും നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഒരു ഡിഗ്രി ലൈഫിൽ പഠിക്കും. നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. നഴ്സിംഗ് ലൈഫ് സർവൈവ് ചെയ്തവർക്കും, പ്രത്യേകിച്ച് നഴ്സിംഗ് ലൈഫ് ഒരു ഹോസ്റ്റലിൽ നിന്ന് സർവൈവ് ചെയ്തവർക്കും വേറെ എവിടെ പോയാലും ജീവിക്കാൻ പറ്റും. കാരണം അവർ ജീവിക്കാൻ പഠിച്ചവരാ. ഇപ്പോൾ ലൈക്ക് ഞാനൊക്കെ പറയുന്ന നാട്ടിൽ പോലും അല്ല, എന്നെ ഇപ്പോൾ എവിടെ കൊണ്ടിട്ടാലും ഞാൻ സർവൈവ് ചെയ്യും. കാരണം ഞാൻ ജീവിക്കാൻ പഠിച്ചു. നമുക്ക് എങ്ങനെ വേണേൽ ജീവിക്കാം. ലൈക്ക് വേണമെങ്കിൽ ലക്ഷറി ആയി ജീവിക്കാം, വേണമെങ്കിൽ ഒറ്റ കാശും ഇല്ലാണ്ട് ജീവിക്കാം. നമുക്ക് ജീവിക്കാൻ ഒരുപാട് നമ്മൾക്ക് ഈ +1 +2 ടൈമിലൊക്കെ ഭയങ്കര സ്വപ്നങ്ങളൊക്കെ ആയിരിക്കും. ലൈഫ് അങ്ങനെയാണ്, ലൈഫ് ഇങ്ങനെയാണ്. ഇവിടെ വരുമ്പോൾ നിങ്ങളത് മൊത്തം മറന്നുപോകും. നിങ്ങൾ ഈ ഒരു സാഹചര്യമായിട്ട് നിങ്ങൾ പൊരുത്തപ്പെടും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നഴ്സിങ്ങിനെ പറ്റി എനിക്ക് പറയാൻ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ്. എന്തായാലും ഇപ്പം +2 ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം കുറേ പേര് അഡ്മിഷൻ നോക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ ബാംഗ്ലൂർ കോളേജിനെ പറ്റിയൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അഡ്മിഷൻ്റെ കാര്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. എന്തുണ്ടെങ്കിലും ഞാൻ റിപ്ലൈ തരാം കേട്ടോ. ബൈ ബൈ.